ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ഉപ്മാവാണേ. ഉപ്മാവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന റവ അല്ലെങ്കിൽ അവലൊക്കെ ആയിരിക്കും. അതൊന്നും അല്ല കേട്ടോ. ഞാനിവിടെ കുത്തരി വെച്ചിട്ട് ഒരു ഉപ്മാവാണ് ആക്കുന്നത്. ഭയങ്കര ടേസ്റ്റും ഇൻസ്റ്റൻറ്റേനിയസ്ലി ആക്കാൻ പറ്റിയ ഒരു എളുപ്പമുള്ള ഒരു ഉപ്മാവാണ്. അപ്പോൾ ഞാനിവിടെ കുത്തരി കഴുകിയിട്ട് 3/4 ഗ്ലാസ് കുത്തരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു സവാള, ചെറിയ സവാളയാണെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ ഒരു 3/4 സവാളയും, പിന്നെ താളിപ്പിനുള്ള കടുക്, വറ്റൽമുളക്, അതുപോലെ കറിവേപ്പില, അത്ര മാത്രമേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിലെല്ലാ ടൈം അവൈലബിൾ ആയിരിക്കുന്ന സാധനങ്ങളാണ്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സവാള നമുക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് കൊത്തി അരിയണം. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് മാത്രമേ ഇതിലൊരു പണിയുള്ളൂ. ബാക്കിയെല്ലാം ജസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ് കുക്കിംഗ് ആണ് കേട്ടോ. ഒരു തിരക്കില്ല ദിവസമൊക്കെ രാവിലെ നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയാണ്. അപ്പോൾ ആദ്യം ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മളതിലേക്ക് കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ താളിപ്പിനുള്ള കടുക്, വറ്റൽമുളക്, അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഈ കൊത്തി അരിഞ്ഞ നമ്മുടെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ഈ ഒരു ടൈം മാത്രമേ ഇതിലുള്ളൂ. നമ്മൾ വഴറ്റിയിട്ട് അത് നല്ല ബ്രൗൺ ആവുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഈ ടൈമിൽ നമുക്ക് പാരലായിട്ട് വേറെ എന്ത് പണിയും ചെയ്യാം. ജസ്റ്റ് കരിഞ്ഞു പോകാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല. അതായത് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് നമ്മളെ ഉള്ളി. അപ്പോൾ ഇങ്ങനെ നമ്മളിത് സാധാരണ ബ്രൗൺ കളറായിട്ട് നമ്മൾ ഇതിന് നെയ്ച്ചോറിനൊക്കെ ആക്കില്ലേ, ആ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ആയി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഡബിളിലും കൂടുതൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ നിങ്ങൾ 2 ഗ്ലാസ് അല്ല 2.5 ഗ്ലാസ് വെള്ളം എടുക്കണം. അങ്ങനത്തെ ഒരു അളവിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉപ്മാവാവുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഡബിൾ എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഈ ചോറിൻ്റെ ഒക്കെ പോലെ ഇരിക്കും. പക്ഷേ ടേസ്റ്റ് കൂടുതലും മറ്റേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. ഇതിലാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. ഈ വെള്ളത്തിനൊരു തിള വരുമ്പോഴാണ് നമ്മളിതിലേക്ക് കുതിർത്ത് വെച്ച് അരി ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് തിരക്കിനൊക്കെ ആക്കുമ്പോൾ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഡയറക്റ്റ് അരി ഇട്ടിട്ട് ഒരു 2 വിസിലധികം വെച്ചാൽ മതി കേട്ടോ. എന്നാലും പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ കഴുകി കുതിർത്ത് വെച്ച കുത്തരി ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ പാകാമെന്ന് നോക്കിയിട്ട് നമ്മൾ അടച്ചിട്ട് ഒരു 2 to 3 വിസിൽ വേവിക്കണം. കാരണം കുത്തരിക്ക് കുറച്ച് വേവുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുക്കർ ഒരു 2 വിസിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് സിമ്മിൽ വെച്ചിട്ട് വേണം ബാക്കി വേവിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിലും ഈ ഒരു കളറാണ് നമുക്ക് കിട്ടുക. ഉള്ളി ഇതുപോലെ വഴറ്റിയെടുക്കുന്ന കാരണമാണ് നമുക്ക് ഈ കളറിൽ ഇത് ഉപ്മാവ് കിട്ടുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മുകളിലാണ് ഇടുന്നത്. കുറച്ച് തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലോണം തേങ്ങ മിക്സ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലധികം അത് പ്രിഫർ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഈ ഉപ്മാവ് നമുക്ക് കടലക്കറിയൊക്കെ വെച്ചിട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ വെറുതെ വെല്ലം കൂട്ടിയിട്ട് കഴിച്ചാലിന് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്